പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞ് വാത്സല്യ മക്കളെ, എല്ലാവരെയും ഗുഡ്നസ് ടിവിയുടെ വചനദീപ്തിയിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, നമുക്കറിയാമല്ലോ, ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. ഈശോ പ്രകാശമാകുന്നത് യേശുവിൻ്റെ വചനങ്ങൾ നമ്മിൽ വസിച്ച് നമ്മൾ ആ വചനത്തിൽ ജീവിക്കുമ്പോഴാണ്. അപ്പോഴൊക്കെ നമ്മൾ പ്രകാശത്തിൻ്റെ മക്കളാകും. അതിനായിട്ട് ഗുഡ്നസ് ടി വി ഒരുക്കുന്ന ഈ വചന വിരുന്നിന് നമുക്ക് എപ്പോഴും സർവശക്തനോട് നന്ദി പറയാം. അതിനുവേണ്ടി പരിശ്രമിക്കുന്ന എല്ലാ ശുശ്രൂഷകരെയും ബഹുമാനപ്പെട്ട വൈദികരെയും എല്ലാം നന്ദിപൂർവ്വം നമുക്ക് ഓർക്കാം. ഈശോയ്ക്ക് നന്ദി പറയാം. സ്നേഹമുള്ളവരെ, നമുക്ക് ഇന്ന് പരിശുദ്ധാത്മാവ് നൽകുന്ന തിരുവചനം ഇതാണ്: കുടുംബത്തെ എങ്ങനെ സന്തോഷപ്രദമാക്കാം, കുടുംബജീവിതം എങ്ങനെ നവീകരിക്കാം എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമുക്കറിയാമല്ലോ, കുടുംബം എന്നത് ദൈവം സ്ഥാപിച്ചതാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ തന്നെ നാം വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി 1:27 വായിക്കുന്നുണ്ട്, ദൈവം തന്നെ കുടുംബത്തെ സ്ഥാപിച്ചതാണ്. അവർ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. അവർ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവാൻ വേണ്ടി കർത്താവ് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണ് ഈശോ കുടുംബം എല്ലാം സ്ഥാപിക്കുന്നത്. ഈശോയ്ക്ക് വളരെ അധികം ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. കുടുംബത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ഈശോയ്ക്കുണ്ടായിരുന്നു. ഈശോ മനുഷ്യനെ അത്ര അധികമായിട്ട് സ്നേഹിച്ചു. അതുകൊണ്ട് തന്നെയാണല്ലോ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമുക്കറിയാം, എല്ലാം സൃഷ്ടിച്ചതിന് ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. മനുഷ്യന് വേണ്ട എല്ലാ കാര്യങ്ങളും കർത്താവ് സൃഷ്ടിച്ചു. എന്നിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ദൈവം സൃഷ്ടിച്ച എല്ലാ കാര്യങ്ങളും ദൈവം നല്ലതെന്ന് ദൈവം കാണുന്നുണ്ട്. എല്ലാം നല്ലത്. സൂര്യനെ സൃഷ്ടിച്ചു, ചന്ദ്രനെ സൃഷ്ടിച്ചു, മത്സ്യങ്ങളെ സൃഷ്ടിച്ചു, പറവകളെ സൃഷ്ടിച്ചു, എല്ലാം നാം വായിക്കുന്നുണ്ട് ഒന്നൊന്നായിട്ട്. എല്ലാം നല്ലതെന്ന് അവിടെ നിന്ന് കണ്ടു. എന്നാൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 2:18 നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്: എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഇരിപ്പും ഭാവമൊക്കെ കണ്ടപ്പോൾ നല്ലതെന്ന് തോന്നാത്തൊരു കാര്യം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം അവൻ്റെ ഇരിപ്പാണ്. കാരണം അവൻ ഒരു ദുഃഖഭാവത്തിൽ, ഒരു ഏകാഗിയെ പോലെ അവനിങ്ങനെ ഇരിക്കുകയാണ്. കർത്താവ് കണ്ടു, അവനിങ്ങനെ ഏകനായിട്ടിരിക്കുന്നത് നല്ലതല്ല, അവന് ചേർന്ന ഒരു തുണയെ ഞാൻ നൽകും. അവന് ചേർന്ന ഒരു തുണയെ ഞാൻ നൽകും. അതിനു വേണ്ടി തന്നെ കർത്താവ് ഒരു സ്ത്രീയെ രൂപം കൊടുക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ, അതും ആദ്യത്തിൻ്റെ വാര്യലിൽ നിന്ന് അത്രയധികം പുരുഷനും സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടാകണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ആദ്യത്തിനെ കിടത്തി ഉറക്കിക്കൊണ്ട് ആദ്യത്തിൻ്റെ വാര്യലിൽ നിന്ന് സ്ത്രീക്ക് രൂപം കൊടുത്ത്, അതിനുശേഷം സ്ത്രീ രൂപപ്പെട്ടതിന് ശേഷം ആദത്തിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട്, കർത്താവ് എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദം പറയുന്നത്, എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്നുള്ള മാംസവുമാണ്, വളരെ മനോഹരമായിരിക്കുന്നു. അവൻ അതുപോലെയുള്ള പ്രണയഗാനമാണ് അവൻ പാടിയത്. എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള എൻ്റെ അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്നുള്ള എൻ്റെ മാംസവും. അവൻ അത്ര അധികമായിട്ട് അവളെ സ്നേഹിക്കുന്നു.
അവൻ്റെ മുഖഭാവം പ്രസന്നമായി, സന്തോഷമായി, ദൈവത്തിനും സന്തോഷമായി. എന്നാൽ നമുക്കറിയാവുന്നതുപോലെ ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു, അവരോടുകൂടി ദിവസവും ഉണ്ടായിരുന്നു, അവരോടുകൂടെ സംസാരിക്കുമായിരുന്നു, അവരോടുകൂടെ ഉലാത്തുമായിരുന്നു, തോട്ടത്തിലെല്ലാം ചെയ്യുമായിരുന്നു. എന്നാൽ ഒരു ദിവസം ദൈവമില്ലാതിരുന്ന സമയത്ത് അവർ പിശാചുമായി സംസാരിച്ച് അവർ പാപം ചെയ്തു. ഹവ്വ പിശാചിൻ്റെ കെണിയിൽപ്പെടുകയും ആ തെറ്റിലേക്ക് അവൾ എടുത്ത് ചാടുകയും ചെയ്തു. അവൾ ചെയ്ത ആ പാപം, അവൾ ഭക്ഷിച്ച ആ കനി അവൾ ഭർത്താവിനും കൊടുത്ത് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. ദൈവം ഏത് കഴിക്കരുതെന്ന് പറഞ്ഞുവോ, ഏത് വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുത്, നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുതെന്ന് പറഞ്ഞു, അതുമാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അത് തന്നെ പിശാച് പറഞ്ഞു, അത് കഴിച്ചാൽ നിങ്ങൾ കണ്ണു തുറക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കുകയാണ്. ദൈവത്തെ വിശ്വസിക്കേണ്ടതിന് പകരം പിശാചിനെ വിശ്വസിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായത്. അവിടെയാണ് സകലത്തിൻ്റെയും തകർച്ചകൾ ആരംഭിക്കുന്നത്. പിന്നീട് അവരുടെ ജീവിതത്തിൽ ദൈവം കടന്നു വരുമ്പോൾ, ദൈവം അവരോട് ചോദിക്കുമ്പോൾ, ദൈവം ചോദിക്കുന്നുണ്ട്, ആദം നീ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ആദത്തിന് പറയാമായിരുന്നു. ആദത്തിന് ഈ തമ്പുരാനോട് അത്ര കണ്ട് സ്നേഹിതന്മാരെ പോലെയാണ് തമ്പുരാൻ അവരോട് പെരുമാറിയിരുന്നത്. കാരണം തമ്പുരാൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് അവർ സൃഷ്ടിച്ചത്. അപ്പം അത്ര കണ്ട് താല്പര്യമെടുത്തിട്ടാണ് സൃഷ്ടിച്ചത്. എന്നാൽ അവിടെയെല്ലാം ആദം മറക്കുകയാണ്. ആദത്തിന് ഏറ്റു പറയാം, ഞാനൊരു തെറ്റ് ചെയ്തു പോയി, എൻ്റെ ഭാര്യ ഒരു തെറ്റ് ചെയ്തു പോയി എന്ന് ഏറ്റു പറയാം. എന്നാൽ ദൈവം ചോദിക്കുമ്പോഴെല്ലാം ദൈവത്തെ ഹൈഡ് ചെയ്ത് അവർ നീങ്ങുകയാണ്. അപ്പോഴാണ് ദൈവം അവസാനം ചോദിക്കുന്നത്, ഞാൻ കഴിക്കരുതെന്ന് പറഞ്ഞ ആ ഖനി, ആ ഫലം നീ ഭക്ഷിച്ചുവോ? ഉടനെ തന്നെ ആ കുറ്റവും സ്വയം ഏൽക്കാതെ അത് ഭാര്യയിലെ കുറ്റം ചുമത്തുകയാണ് ചെയ്യുന്നത്. ഞാനല്ല, നീ എനിക്ക് തന്ന, ദൈവത്തെയും കുറ്റപ്പെടുത്തുകയാണ്, നീ എനിക്ക് തന്ന ഭാര്യ, ആ ജീവിത പങ്കാളി, ആ പങ്കാളിയാണ് എന്നെ പറ്റിച്ചത്, അവൾ തന്നു, ഞാൻ ഭക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കൈയൊഴിയുന്ന ആദത്തെയാണ് കാണുന്നത്. അങ്ങനെ സ്വയം തെറ്റ് ഏറ്റുപറയാതെ മറ്റുള്ളവരുടെ മുമ്പിൽ തെറ്റ് പറഞ്ഞുകൊണ്ട് സ്വയം ന്യായീകരിക്കുന്ന ആദത്തിന് തമ്പുരാൻ ശിക്ഷ കൊടുക്കുക. അതുപോലെ തന്നെ ഹവ്വയ്ക്കും ശിക്ഷ കൊടുക്കുക. ഇതിനൊക്കെ പ്രേരിപ്പിച്ച സാത്താനും പാമ്പിനും കർത്താവ് ശിക്ഷ കൊടുക്കുക. സ്നേഹമുള്ളവരെ, കർത്താവ് ആഗ്രഹിച്ചത് എന്നും ഈ പുരുഷനും സ്ത്രീയും വളരെ സന്തോഷകരമായി സ്വർഗം പോലെ അവർ നല്ലൊരു കുടുംബജീവിതം നയിച്ച് അവർ ജീവിക്കണമെന്നാണ് തമ്പുരാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് അന്ന് തന്നെ തമ്പുരാൻ ഒരു പ്രസംഗവും നടത്തിയത്. അതെ, പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഇനി സ്ത്രീയോട് ചേരും, ഇനി അവർ രണ്ടുപേരും രണ്ടല്ല, അവർ ഒന്നാണ്, ഇനി രണ്ടല്ല ഒന്നാണ് എന്ന് അന്നൊരു പ്രസംഗവും നടത്തി. ഇനി നിങ്ങളെ രണ്ടുപേരും ഒന്നാണ്. അങ്ങനെ ഒന്നായി ജീവിക്കേണ്ടവർ പരസ്പരം കുറ്റം ചുമത്തി തമ്മിൽ പാപഭാരമെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആ കുടുംബജീവിതത്തെ നരകതുല്യമാക്കുകയാണ്. കുടുംബത്തിനകത്ത് അശാന്തി വരികയാണ്. എപ്പോഴും സംശയങ്ങളും എല്ലാം കടന്നു വരികയാണ്. കാരണം പാപം വന്നതോടുകൂടെ അവരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവുകയാണ്. ഇന്ന് കുടുംബജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക ഇതാണ്. ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബജീവിതം എല്ലാം സന്തോഷകരമാകും, സമാധാനപൂർണ്ണമാകും. എന്നാൽ ദൈവത്തെ നമ്മൾ അകറ്റി നിർത്താൻ നമ്മൾ പരിശ്രമിക്കുമ്പോഴെല്ലാം നമ്മുടെ കുടുംബജീവിതത്തിൽ തകർച്ചകൾ അനുഭവപ്പെടും. ഇതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. നമുക്കറിയാമല്ലോ, നമ്മുടെ വിവാഹത്തിൻ്റെ ദിവസം നമുക്ക് പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ഈശോയുടെ മുമ്പിൽ പ്രതിജ്ഞ ചെയ്യുകയാണ്, ഇന്നു മുതൽ മരണം വരെ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഒരു മനസ്സോടെ മരണം വരെ ജീവിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ, ജീവിതത്തിൻ്റെ കുറച്ച്
സമയം പിന്നിടുമ്പോൾ നമ്മൾ അക്ഷമരായിട്ട് മാറുന്നു. ഈ പ്രതിജ്ഞയെല്ലാം നമ്മൾ മറക്കുന്നു. നമുക്ക് വിവാഹം എന്ന് പറയുന്ന ഒരു കുദാശയാണ്, നമുക്കറിയാം. അതെ, അദർശനായ ദൈവത്തിൻ്റെ ദൃശ്യമായ അടയാളം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകിച്ച് വരപ്രസാദം നമുക്ക് ഈ വിവാഹമെന്ന കുദാശയിലൂടെ നമുക്ക് ലഭിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് അവരോടുകൂടെ ഉണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അവർ ഏത് പ്രശ്നങ്ങളിൽ, അവർ സമ്പത്തിൻ്റെ പ്രശ്നങ്ങളിൽ വരുമ്പോഴോ ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളിലാവട്ടെ, അവർ ഏത് പ്രശ്നങ്ങളിലാവട്ടെ, അവർ രണ്ടുപേരും കൂടി ഒരു മനസ്സായിട്ട് കൈകോർത്ത് നിന്ന് ദൈവത്തിൻ്റെ തിരുമുമ്പാകെ അവർ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾക്കെല്ലാം മറുപടി കർത്താവിൽ നിന്ന് ലഭിക്കും, കർത്താവിൽ നിന്ന് ഉത്തരം ലഭിക്കും. കർത്താവ് അവിടെ ഒരു അത്ഭുതം നടത്തും അവരുടെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ 2-3 പേര് എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഒരു മനസ്സായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചെയ്തു തരും, ഞാൻ അവരുടെ മധ്യം ഉണ്ടാകും എന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, കർത്താവ് മധ്യം ഉണ്ടാകും, അതുപോലെ തന്നെ ആ മധ്യമുള്ള കർത്താവ് പ്രവർത്തിക്കുകയും ചെയ്യും. വിവാഹത്തിന് നമുക്കറിയാം, ഭാര്യ, ഭർത്താവ്, തമ്പുരാൻ, ഇങ്ങനെ 3 പേര് കൂടിയതാണ് വിവാഹം. ഈ 2 പേരെയും യോജിപ്പിച്ച് നിർത്തുന്ന പ്ലസ് ചിഹ്നമാണ്, അധിക ചിഹ്നമാണ് കർത്താവ്. എന്നാൽ നമ്മൾ ആ കർത്താവിനെ സാവകാശം മാറ്റുന്നതോടും കൂടെ, ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റുന്നതോടുകൂടെ, നമ്മൾ ചില സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കർത്താവിനെ അകറ്റി നിർത്തുന്നതോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ രൂപപ്പെടാൻ തുടങ്ങും. നമ്മൾ ഈ കുടുംബത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ദൈവസാന്നിധ്യം അവിടെ നഷ്ടപ്പെടുമ്പോഴാണ്. ദൈവിക സാന്നിധ്യം കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പിശാചിന് അവിടെ കയറി വന്ന് പ്രവർത്തിക്കാനായിട്ട് സാധ്യമല്ല. പിശാചിൻ്റെ ഒരു പ്രവൃത്തി അവിടെ നടക്കുകയല്ല. ഒരു കുട്ടി പിശാചിനോട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എങ്കിലും കർത്താവിൻ്റെ സാന്നിധ്യം ഇല്ലാത്ത സമയം നോക്കി നമ്മൾ വായിക്കുന്നുണ്ടല്ലോ സുവിശേഷത്തിൽ, കളകൾ വിതയ്ക്കുന്നത്, അതുപോലെ തന്നെ അവൻ വന്ന് കള വിതച്ചിട്ട് പോകും. സ്നേഹമുള്ളവരെ, അതിനാൽ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കണം. പ്രാർത്ഥനയിൽ നമ്മൾ സജീവമാണോ? പ്രാർത്ഥനയ്ക്ക് കൃത്യമായ സമയമുണ്ടോ? പ്രാർത്ഥിക്കുന്നത് മനസ്സിലാക്കിയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? കർത്താവും നാമും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? വിശുദ്ധ കുർബാനയ്ക്കുള്ള സ്ഥാനം എന്താണ്? തിരുവചനം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട്? ഞാൻ തിരുവചനം വായിക്കുമ്പോൾ നമുക്കറിയാം, ഈശോ തന്നെ എന്നോട് സംസാരിക്കുന്ന ഒരവസ്ഥയാണ്. ഈശോ എന്നോട് സംസാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈശോയായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയങ്ങളിലൊക്കെ ആ കുടുംബത്ത് അനുഗ്രഹങ്ങളുണ്ടാകും, അത്ഭുതങ്ങളുണ്ടാകും. എന്നാൽ പലപ്പോഴും നമ്മൾ ഇതിനെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, സുഖ ഇച്ഛകൾക്ക് വേണ്ടി നമ്മൾ ലോകത്തിലേക്ക് കടന്നു പോകും, ലോകത്തിലേക്ക് നോക്കും. തമ്പുരാനെ വിട്ട് നമ്മൾ ലോകത്തിലേക്ക് നോക്കും. ലോകത്തിലേക്ക് നോക്കിയിട്ട് അത് കണ്ണിന് കാണാൻ ഒരു ഭംഗിയുള്ളതും കൗതുകരവും ഭക്ഷിക്കാൻ രുചികരവുമായ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അന്ന് ഹവ്വ കണ്ടതുപോലെ നമ്മൾ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പതിയുന്നു. അപ്പോൾ അങ്ങനെ ലോകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ പതിഞ്ഞ് നമ്മൾ പലതരം ആസക്തികളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നു. ജഡികാസക്തിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നു. അങ്ങനെ പലതരം ആസക്തി നമ്മിൽ രൂപമെടുക്കുന്നു. അതിനാൽ എന്തു പറ്റുന്നു? അവിടെ പിശാച് പതുക്കെ അതിനകത്ത് നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുന്നു. പിശാച് ആധിപത്യം ഉറപ്പിക്കുന്നു. പിശാച് ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, കള്ളൻ വരുന്നത് എന്തിനാണ്? കള്ളൻ വരുന്നത് അവൻ മോഷ്ടിക്കാനാണ്. നമ്മുടെ സമാധാനവും സന്തോഷവും സുഖവും എല്ലാം മോഷ്ടിക്കാൻ വേണ്ടിയാവും വരുന്നത്. അതുപോലെ തന്നെ നമ്മെ കൊല്ലാൻ വേണ്ടിയാണ്, നമ്മെ നശിപ്പിക്കാനാണ്, നിത്യശിക്ഷയിലേക്ക് നമ്മെ കൊണ്ടുപോകാനാണ് അവൻ വരുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ കർത്താവ് നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്നത് യോഹന്നാൻ 10:10 പറയുന്നു, അവൻ ജീവനുണ്ടാകാനും ജീവൻ്റെ സമൃദ്ധി നമ്മിൽ നിറയുന്നതിന് വേണ്ടിയാണ് കർത്താവ് കടന്നു വരുന്നത്. അപ്പോൾ ആ കർത്താവിനെ നമ്മൾ സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകണമോ, അതോ നമ്മൾ ശത്രുവിനെ സ്വീകരിക്കണമോ? അതാണ് കർത്താവ് പറയുന്നത്.
വചനത്തിൽ പറയുന്നത് തീയും ജലവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്, രണ്ടും വെച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സ്വീകരിക്കാം. നമുക്ക് സ്വതന്ത്രമായ മനസ്സ് തന്നിട്ടുണ്ട് കർത്താവ്. ഇഷ്ടമുള്ളത് നമുക്ക് സ്വീകരിക്കാം. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബജീവിതം സ്വർഗമാക്കണോ അതോ നരകമാക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സ്വർഗമാകുന്നതും നരകമാകുന്നതും. നമുക്കറിയാമല്ലോ, എത്രയോ ഭവനങ്ങളാണ് ഇന്ന് വേദന കൊണ്ട് കഷ്ടപ്പെടുന്നത്. ഇന്ന് കല്യാണം കഴിക്കുവാൻ തന്നെ പലർക്കും മടിയാണ്, പേടിയാണ്. കാരണം ഓരോ കുടുംബങ്ങളിൽ നടക്കുന്ന പ്രയാസങ്ങൾ, അടിപിടികൾ, ബഹളങ്ങൾ, ഇതെല്ലാം കേട്ട് മക്കളൊക്കെ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. കല്യാണം കഴിക്കണമോ എന്ന ഭയത്തിലാണ്. നമുക്കറിയാമല്ലോ, ഇന്ന് കല്യാണം കഴിച്ച പല ദമ്പതികളും ഒരു 2 വർഷത്തിനുള്ളിൽ തന്നെ ഒരു 30% വേർപിരിയുവാൻ വേണ്ടി നോട്ടീസ് കൊടുക്കുന്നുണ്ട്, വക്കീൽ നോട്ടീസ്. വേർപിരിയണം. അവർക്ക് ചെറിയ ചെറിയ കാരണങ്ങളാണ്, പക്ഷെ അവർക്ക് വേർപിരിയണം. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് മിശ്രവിവാഹം, അത് നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ സഭയുടെ ഒരു വെല്ലുവിളി തന്നെയാണ്. അന്യജാതിയിൽപ്പെട്ടവരെ വിവാഹം കഴിച്ചതിന് ശേഷം അനുഭവിക്കുന്ന വളരെയധികം കഷ്ടപ്പാടുകൾ, അവർക്ക് മക്കളുണ്ടായതിന് ശേഷം അതിലും വലിയ പ്രശ്നങ്ങളാണ്. ഓരോ ദിവസവും ഓരോ തരം പ്രശ്നങ്ങളാണ്. അവരെ ദൈവത്തിലേക്ക് അടുപ്പിച്ച് സമാധാനത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ നേരായ വഴിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് മാതാപിതാക്കൾക്ക് സാധിക്കാത്ത ഒരവസ്ഥ വരുന്നു. അപ്പോഴാണ് അവർ ചിന്തിക്കുന്നത്, എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ മിശ്രവിവാഹം കഴിച്ചത് എന്ന്. അതുപോലെ തന്നെയുള്ള കാര്യമാണ് ഒരുമിച്ച് താമസിക്കുന്ന ഒരവസ്ഥകൾ. അതും ഇന്ന് പലയിടത്തുമുണ്ട്. അവർക്ക് ഒരു പുരുഷനും സ്ത്രീയും അവർക്ക് ഇഷ്ടമുള്ള കാലത്ത് അവരൊരുമിച്ച് താമസിക്കുന്നു. അവർക്ക് ഇഷ്ടമില്ലാതെ ആയിക്കഴിയുമ്പോൾ അവർക്ക് വേർപിരിയാം. അങ്ങനെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു രീതി, ഒരു കുദാശയും ഒന്നുമില്ല, ഒരു ബന്ധമൊന്നുമില്ല. ഇങ്ങനെ ഇഷ്ടമുള്ള പോലെ അവർക്ക് താമസിക്കാനായിട്ട്, അങ്ങനെ അതിന് പറ്റിയ രീതിയിൽ ഉള്ള നിയമങ്ങളും ഗവൺമെൻറ്റും ഒക്കെ സപ്പോർട്ടൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നു പോകുന്നുണ്ട്. പല സ്ഥലത്തും പല രാജ്യങ്ങളിലും നടന്നു പോകുന്നു. അതുപോലെ തന്നെ സ്വവർഗരതി വിവാഹങ്ങൾ, അതെല്ലാം ഇന്നൊരു വെല്ലുവിളിയാണ്. കർത്താവ് പറഞ്ഞു, സന്താനപുഷ്ടിയുള്ളവരാകുവിൻ. എന്നാൽ പുരുഷൻ പുരുഷനെ വിവാഹം കഴിക്കുന്നു, സ്ത്രീ സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇന്ന് വളരെയധികം വേദനയില്ല, ഇന്ന് വെല്ലുവിളികൾ നിറഞ്ഞതാണ് ഇന്നത്തെ കുടുംബജീവിതം. അതുകൊണ്ട് നമ്മൾ ദൈവത്തിനോട് നമ്മൾ വളരെ അടുത്തായിരിക്കുക, ദൈവത്തോട് നമ്മൾ ആലോചന ചോദിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ നന്നായി പ്രാർത്ഥിക്കുക. എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിനകത്ത് വരുന്ന ഒരു പുസ്തകമാണ് തോബിത്തിൻ്റെ പുസ്തകം. തോബിത്തിൻ്റെ പുസ്തകത്തിനകത്ത് മനോഹരമായ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എന്നെ വളരെയധികം ആകർഷിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, അതിനകത്ത് ആകർഷിക്കുന്നൊരു കാര്യം, കുടുംബജീവിതത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ എത്ര നല്ല രീതിയിൽ ജീവിച്ചാലും, നന്മയായി നിങ്ങൾ പ്രവർത്തിച്ചാലും, നിങ്ങളുടെ ജീവിതത്തിലെ കുറേ കഷ്ടങ്ങളും നഷ്ടങ്ങളൊക്കെ വരും. തോബിത്ത് വളരെ സത്യസന്ധനായിരുന്നു, നീതിയോടെ പ്രവർത്തിച്ചു, ഭയഭക്തിയോടെ പ്രവർത്തിച്ചു, ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചു. എന്നാലും തോബിത്ത് അന്ധനായി തീർന്നു 8 വർഷക്കാലം. എന്നാലും തോബിത്ത് അത് വിടാതെ അങ്ങനെ തന്നെ സത്യസന്ധതയോടെ കർത്താവ് ദുരിതം നൽകിയിട്ടും കഷ്ടത നൽകിയിട്ടും ദൈവത്തെ സ്തുതിച്ച് വീണ്ടും ജീവിക്കുന്ന തോബിത്തിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജീവിതത്തിൽ എപ്പോഴും നമുക്ക് സുഖം തന്നെ വരണമെന്നില്ല. കുറച്ച് കഴിയുമ്പോൾ കഷ്ടതകളും ദുരിതങ്ങളും വേദനകളും ഒക്കെ നമ്മെ തേടി വരും. അപ്പോഴൊക്കെ ദൈവാശ്രയത്തിൽ നിന്ന് നമ്മൾ പോകാതെ ദൈവത്തോട് പറ്റിച്ചേർന്ന് നാം നിൽക്കേണ്ടത് ആവശ്യമാണ്. കാരണം സങ്കീർത്തനം 127:1 പറയുന്നുണ്ട്, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനമെല്ലാം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥമത്രേ. സങ്കീർത്തനം 128:1-3 പറയുന്നുണ്ട്, നാം വായിക്കുന്നുണ്ടല്ലോ, അതെ, കർത്താവിനെ ഭയപ്പെടുകയും അവൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാനാണ്. അതെ, അവൻ്റെ അധ്വാനഫലം അവൻ അനുഭവിക്കും, അവൻ സന്തുഷ്ടിയുള്ളവനായിത്തീരും. അവൻ്റെ ഭാര്യ വീട്ടിൽ ഫലസമൃദ്ധമായ മധുരമുള്ള മുന്തിരി പോലെയാണ്. മക്കളാണെങ്കിൽ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ മനോഹരമായിരിക്കും. സ്നേഹമുള്ളവരെ, കർത്താവിനെ ഭയപ്പെടുകയും അവൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് നമ്മുടെ കുടുംബത്തെയൊക്കെ
അനുഗ്രഹിക്കും. തോബിത്തിൻ്റെ പുസ്തകത്തിൽ പിന്നെ നാം വായിക്കുന്ന ഇപ്രകാരമാണ്. 6:17 ഞാൻ വായിക്കുന്നത് ഇപ്രകാരമാണ്: നമുക്ക് വേണ്ടി അനാദികാലം മുതൽ കർത്താവ് നിശ്ചയിച്ചതാണ് നമ്മുടെ ജീവിത പങ്കാളി. ഞാൻ ഇന്ന് 2 ബ്രോക്കേഴ്സ് വന്ന് കൊണ്ടുവന്നതോ അല്ലെങ്കിൽ മാട്രിമോണിയിൽ നിന്ന് കണ്ടതോ അവിടുന്ന് കണ്ടതോ ഒന്നും അല്ല എൻ്റെ ജീവിത പങ്കാളി. തമ്പുരാൻ നിശ്ചയിച്ചതാണ്. എപ്പോൾ? അനാദികാലം മുതലേ നിശ്ചയിച്ചതാണ്. നാം ജെറമ്യായുടെ പുസ്തകത്തിൽ നാം 1:9 വായിക്കുന്നുണ്ടല്ലോ: മാതാവിന് ഉദരത്തിൽ നീ ജന്മമെടുക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞു. കർത്താവ് അനാദികാലം മുതലേ എനിക്ക് വേണ്ടി നിശ്ചയിച്ച ഒരു ജീവിത പങ്കാളി. ആ ജീവിത പങ്കാളിയെയാണ് തമ്പുരാൻ എനിക്ക് തരുന്നത്. അത് തോബിത്തിൻ്റെ പുസ്തകത്തിൻ്റെ 6:17 നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും റഘുവേൽ തോബിയാസ് കല്യാണം കഴിക്കാനായിട്ട് വരുമ്പോൾ പറയുന്ന കാര്യങ്ങൾ റഘുവേൽ പറയുകയാണ്. പെണ്ണിൻ്റെ അപ്പം പറയുക, എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക. ഒരു കാര്യം സത്യം പറയാനുണ്ട്: ഇവള് 7 ഭർത്താക്കന്മാരെ ഇവള് കല്യാണം കഴിച്ചു, പക്ഷെ ഒരാളുടെ കൂടെ പോലും ഒരു രാത്രി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, അവരൊക്കെ മരിച്ചുപോയി എന്ന. ഇതെല്ലാം സത്യം തുറന്ന് പറയുന്ന ഒരു പിതാവ്. ഇന്ന് പലപ്പോഴും വിവാഹങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ പലതും മൂടി വെച്ച് നടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാം തുറന്നു പറയുക. രോഗമായിക്കോട്ടെ, മറ്റു പ്രശ്നങ്ങളായിക്കോട്ടെ, എന്താണെങ്കിലും സത്യം തുറന്നു പറയുമ്പോൾ വിവാഹത്തിന് ശേഷവും പ്രശ്നങ്ങൾ കുറയും. അതുപോലെ തന്നെ അതിനകത്ത് കാണുന്ന മറ്റൊരു മനോഹരമായൊരു കാര്യമാണ് ഈ റഘുവേൽ തൻ്റെ മകളെ പറഞ്ഞയക്കുമ്പോൾ പറയുന്ന ഉപദേശം. പറയുകയാണ്: ഇനി ഞങ്ങളല്ല നിൻ്റെ മാതാപിതാക്കൾ ഭർത്താവിൻ്റെ മാതാപിതാക്കളാണ്. അവർ പറയുന്നത് കേട്ടാണ് നീ അനുസരിച്ചാൽ നീ ജീവിക്കണ്ടേ. നിന്നെക്കുറിച്ച് നല്ലത് കേൾക്കാൻ മാത്രം എനിക്കിടവരട്ടെ. സ്നേഹമുള്ളവരെ, എത്ര മനോഹരമായ വാക്കുകളാണ് അവിടെയെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും ഈ നല്ല നല്ല കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ നിന്നൊക്കെ നാം സംശീകരിക്കുന്നുണ്ട്. തോബിയാസ് അവസാനം നമുക്കറിയാമല്ലോ, ആദ്യ രാത്രി ആഘോഷിക്കുന്നത് തന്നെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ്. റഫായേൽ അവൻ്റെ കൂടെ പോയ ദൈവദൂതൻ അവനോട് പറഞ്ഞു: നീ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നീ ആരംഭിക്കുവാനായിട്ട് ആദ്യ രാത്രി. അവളുടെ ജീവിത പങ്കാളിയായ സാറയെ പിടിച്ച് കൊണ്ടുവന്നുകൊണ്ട് 2 പേരും കൂടി ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. തമ്പുരാനെ, ഒരു ഇണയെ എനിക്ക് നൽകി, ഈ ഇണയൊരുമിച്ച് വാർദ്ധക്യം വരെ എത്തുന്നതിനെ അവിടെ തന്നെ സഹായിച്ചാലും ഞാൻ ജഡികാസക്തിയിലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ് ഞാൻ ഇവളെ സ്വീകരിക്കുന്നത്, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് തോബിയാസ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ സാറ പറയുകയാണ് ആമേൻ എന്ന് പറയുകയാണ്. സ്നേഹമുള്ളവരെ, അവിടെ നിന്നാണ് ജീവൻ തുടങ്ങുന്നത്. അവരുടെ ജീവിതത്തിൽ എന്നും കർത്താവ് കൂടെയുണ്ട്. നമ്മുടെ ജീവിതത്തിലും കർത്താവ് കൂടെ ഉണ്ടാവും. തീർച്ചയായിട്ടും ഞാൻ എന്നും പറയുന്നു, ഭാര്യയും ഭർത്താവും കിടക്കുന്നതിന് മുമ്പ് എത്ര വലിയ ജീവിതാവസ്ഥകളാണെങ്കിലും കോപപ്പെട്ട അവസ്ഥകളാണെങ്കിലും കിടക്കുന്നതിന് മുമ്പ് അവർ തമ്മിൽ രമ്യതപ്പെട്ടുകൊണ്ട് ആ കിടക്കയിൽ വന്നുകൊണ്ട് ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി അവർ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നെറ്റിയിൽ കുരിശ് വരച്ച് അന്യോന്യം കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം അവിടെ ഉണ്ടാകും, ദൈവം അവിടെ വസിക്കും. സ്നേഹമുള്ളവരെ, അതിനാൽ നമ്മുടെ കുടുംബജീവിതങ്ങളൊക്കെ മനോഹരമാക്കാനായിട്ട്, ആനന്ദകരമാക്കാനായിട്ട് ദൈവം കൂടെ ഉണ്ടാകട്ടെ. അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ കൈവിടുകയില്ല. സ്നേഹമുള്ളവരെ, നമുക്ക് ഒരു നിമിഷം, ഒരു സെക്കൻഡ് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ കുടുംബജീവിതം അനേകം വെല്ലുവിളികൾ നിറഞ്ഞതാണ്. പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും സംഘർഷങ്ങളുടെയും മധ്യയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. കർത്താവെ, ഇവിടെയെല്ലാം കർത്താവെ അങ്ങ് ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ. അങ്ങ് ഞങ്ങളോട് കൂടെ ഉണ്ടാകുമ്പോൾ എളിമപ്പെടാൻ ഞങ്ങൾക്ക് സാധിക്കും, ക്ഷമിക്കാൻ സാധിക്കും, ജീവിതത്തിലെ സഹനങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുവാൻ സാധിക്കും. ഈശോയെ, അതിനാൽ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഞങ്ങൾ ഒരുമിച്ചുള്ള ഈ ജീവിതം എന്നെന്ന് നിലനിൽക്കുവാനായിട്ട് അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.